അപ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വെച്ചിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആർ ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് മാക്സിമം ഓർ മിനിമം വാല്യൂസ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അതേപോലെ മിനിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിന് രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കൊരു ഗിവൺ ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുക. എന്നിട്ട് ആ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് സീറോനേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തു എന്ന് പറയാം. ഒരു ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യാൻ ഇതുപോലെ രണ്ട് കണ്ടീഷനാണുള്ളത്. ആദ്യം നമ്മൾ ഫംഗ്ഷൻ എടുക്കുന്നു, അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു, സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്നു, ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റ് എ പോയിന്റ് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 27x+3. എന്താണ് ഫംഗ്ഷൻ? y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 27x+3. നമുക്ക് ഫംഗ്ഷൻ്റെ മാക്സിമം അതേപോലെ മിനിമം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 27x+3യെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3x² മൈനസ് 27 കിട്ടുന്നു. നമ്മളതിനെ ആ ഒരു ഫംഗ്ഷനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 3x² ഈക്വൽ ടു 27 എന്ന് കിട്ടുന്നു. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ x² ഈക്വൽ ടു 9. ദാറ്റ് ഈസ് എക്സിന് നമുക്ക് -3 +3 ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്തു, എക്സിന് വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുന്നു, ദാറ്റ് ഈസ് 6x. ഗിവൺ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുത്തു. സോ നമുക്കിവിടെ കിട്ടിയ രണ്ട് വാല്യൂസ് എക്സ് -3 ആകുമ്പോൾ ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ, എക്സ് 3 ആകുമ്പോൾ ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് -3 കൊടുത്തു നോക്കാം. d²y/dx² നമുക്കറിയാം 6x ആണ്. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് -3 കൊടുക്കുക. സോ അത് -18 ആയി കിട്ടുന്നു. അത് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. സോ നമുക്ക് കണ്ടീഷൻ ഓഫ് മാക്സിമം അനുസരിച്ചിട്ട് പറയാം ഫംഗ്ഷൻ അറ്റെയിൻസ് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -3. മാക്സിമം വാല്യൂ എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള -3 എന്നുള്ള വാല്യൂ നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷനിൽ, ക്വസ്റ്റ്യനിൽ ചോദിച്ച ആദ്യത്തെ ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിന് 57 എന്നുള്ള വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 57. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. എക്സ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ട് സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ വാല്യൂ ഏതാണ്? 3 ആണ്. d²y/dx² നമ്മൾ അത് കൊടുക്കുന്നു. സോ +18 ആണ് കിട്ടുന്നത്. നമുക്കറിയാം +18 എന്ന് പറയുന്നത് സീറോനേക്കാളും കൂടുതലാണ്. സോ ഇത് മിനിമയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു +3 എന്നുള്ള ഒരു പോയിന്റിൽ ഫംഗ്ഷൻ മിനിമം അറ്റൈൻ ചെയ്യുന്നു. വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗിവൺ ഫംഗ്ഷനിൽ എക്സിന് +3 ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ -51 വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ -51 ആണ് അതിൻ്റെ മിനിമം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിനെ നേരെ തല തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേഷൻ കിട്ടും. നമ്മൾ ഏത് ഫംഗ്ഷനെയാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടിയിട്ടുള്ളത് ആ ഡെറിവേറ്റീവിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നു. സോ അതിനെ പറയുന്നത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്
ഈ ഒരു എസ്സിനെ കുറച്ചൊന്ന് നീട്ടിയിട്ട സിമ്പിൾ പോലെയാണ് വരുന്നത്. എസ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ സിമ്പിൾ വരിക ആ ഒരു ടൈപ്പാണ് ഇതിൻ്റെ സിമ്പിൾ. ഇൻറ്റഗ്രൽ f(x) എന്ന് വായിക്കുന്നു. സോ നമുക്കൊരു ഫംഗ്ഷൻ ക്യാപിറ്റൽ f(x) എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ f(x) കിട്ടുന്നുണ്ട്. ആ സ്മോൾ f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് തിരിച്ച് ക്യാപിറ്റൽ f(x) തന്നെ ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ f(x) അങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ആൻസറിൻ്റെ കൂടെ ഒരു c എന്നുള്ള പറഞ്ഞ് ഒരു കോൺസ്റ്റൻറ്റും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഡെറിവേറ്റീവ് 0 ആണ്. ഇൻറ്റഗ്രൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ 0നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ആ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ തന്നെ കിട്ടുന്നുണ്ട്. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സിയും കൂടി വരുന്നുണ്ട്. കെനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ k dxന് ചെയ്താൽ നമുക്ക് kx പ്ലസ് c. അപ്പോൾ നമുക്ക് ഇതിലെല്ലാത്തിലും കാണാം ഒരു c എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ആയിട്ടൊരു കോൺസ്റ്റൻറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. 1 എടുത്തു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി എടുത്ത ഫംഗ്ഷൻ എക്സ് കിട്ടുന്നുണ്ട്. x⁻n എടുക്കുമ്പോൾ നമുക്ക് x⁻n+1/n+1 എന്നുള്ള ഓൾറെഡി എടുത്ത ആദ്യത്തെ ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കി രണ്ടും അതേപോലെ തന്നെ വരും. ax + b ഡെറിവേറ്റീവ് കണ്ടു, a കിട്ടി. അതിനെ തിരിച്ച് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ax + c ഡെറിവേറ്റീവിനെ നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബിക്ക് പകരം സി ആകുന്നു. ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ax² + bx + c നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2ax + b കിട്ടുന്നു. 2ax + b നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ax² + bx + c എന്ന് പറഞ്ഞ ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നു. ഇവിടെ ബിയും സിയും കോൺസ്റ്റൻ്റ് ആണ്. സോ അത് ഒരു കുഴപ്പമായിട്ട് വരുന്നില്ല. ഫൈൻഡ് ഇൻ്റഗ്രൽ x² dx. ഇൻ്റഗ്രൽ x² dx എന്ന് പറയുമ്പോൾ x³/3 കിട്ടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രൽ x⁻n dx കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് x⁻n+1/n+1. ഇവിടെ 2 + 1 3 ആണ്. സോ x³/3 + c കിട്ടുന്നുണ്ട്. അടുത്ത ഫംഗ്ഷൻ നോക്കാം. ഇൻ്റഗ്രൽ 6x - 2x². അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇവിടെ ഒരു മൈനസ് കാണുന്നുള്ളതുകൊണ്ട് ഓരോ ഫംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻ്റഗ്രൽ കാണുന്നത്. ഇൻ്റഗ്രൽ 6x dx - ഇൻ്റഗ്രൽ 2x² dx. അപ്പോൾ 6 × x²/2 - 2 × x³/3 പ്ലസ് ഒരു അഡീഷണൽ കോൺസ്റ്റൻറ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആൻസർ 3x² - 2/3x³ + c കിട്ടുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഒരു റെവന്യൂ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാർജിനൽ റെവന്യൂ ഫംഗ്ഷൻ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മാർജിനൽ റെവന്യൂ ഫംഗ്ഷൻ തന്നാൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് തിരിച്ച് റെവന്യൂ കിട്ടുന്നുണ്ട്. മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണാനൊരു ക്വസ്റ്റ്യൻ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് മാർജിനൽ കോസ്റ്റ് തന്നു, എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് കാണാൻ ചോദിച്ചതാണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ 5x² - 6x + 8 ആണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡ് എടുക്കുന്നു. 5 കോൺസ്റ്റൻ്റ് ആണ്. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതുപോലെ 6നെ ഔട്ട് സൈഡ് എടുക്കുന്നു. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 8 ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 8x ആണ് കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ 5x³/3 + 3x² + 8x + c കിട്ടുന്നു. നമുക്ക് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ 16p + 9 ചോദിച്ചു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ റവന്യൂ കാണാൻ പറയുന്നുണ്ട്. ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ TR എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർജിനൽ റവന്യൂ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ 16p + 9 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8p² + 9p + c കിട്ടുന്നു.
ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ പ്രോബബിലിറ്റി, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ നമുക്കൊരു ഗിവൺ ഗ്രാഫിൽ നിന്ന് ആ ഒരു ഏതെങ്കിലും ഒരു റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സെർട്ടൻ കണ്ടീഷൻസ് ശരിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രാഫിൻ്റെ സെർട്ടൻ പോർഷനിൽ വരുന്ന അല്ലെങ്കിൽ സെർട്ടൻ റീജിയനിൽ വരുന്ന ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിക്കാം. ഒരു ഫങ്ഷൻ y = f(x) എന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ a മുതൽ b വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉപയോഗിക്കുക. y = f(x) അത് ഒരു കർവിൻ്റെ ഏരിയയാണ്. y = f(x). നമുക്ക് a മുതൽ b വരെ ആ ഒരു കർവ് നിൽക്കുന്ന 2 പോയിൻ്റാണ് a മുതൽ b വരെ. നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ സമം ഇൻ്റഗ്രൽ a to b f(x) dx. അതായത് നമ്മൾ a മുതൽ b വരെ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഏരിയ കാണാം, അല്ലെങ്കിൽ ഒരു ഗിവൺ കർവിൻ്റെ ഏരിയ കാണാം. ഈ എ ബി എന്ന് പറയുന്നത് ലോവർ ആൻഡ് അപ്പർ ബൗണ്ടറീസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻ്റഗ്രൽ 1 to 10 3x² dx. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 10 3x² dx ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3നെ ഔട്ട്സൈഡ് എടുത്തു. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3യും 3യും കട്ടായി പോകും. ദെൻ x³. ഈ ലിമിറ്റുകൾ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റുകൾ 1 to 10 ആണ്. ആദ്യം 10 കൊടുത്തു നമ്മൾ. അപ്പോൾ നമുക്ക് x³ എന്നുള്ള സ്ഥാനത്ത് 10 കൊടുത്താൽ 10³ മൈനസ് 1 കൊടുക്കുമ്പോൾ 1³, അതായത് 1000 മൈനസ് 1, ദറ്റ് ഈസ് 999. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to 1 x² - x dx. ഇതും സിമിലറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് അതിൽ എക്സ് കാണുന്ന ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ 1/3 ഔട്ട്സൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ 1/2 ഔട്ട്സൈഡ് എന്താണോ കോൺസ്റ്റൻറ്റ് അതിനെ ഔട്ട്സൈഡ് എടുക്കുക. ദെൻ എന്ത് ചെയ്യുക? നമ്മുടെ ലിമിറ്റ് നേരെ ഫങ്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു അൺനോൺ വാല്യൂവിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആപ്ലിക്കേഷൻസ് തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സോണിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.